ഹലോ, ഇന്ന് നമ്മൾ കാണുന്ന ടോപ്പിക് കീവേഡ് റിസർച്ചിനെ പറ്റിയിട്ടാണ്. എന്തുകൊണ്ടാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ വൺ ഓഫ് ദി മേജർ കോമ്പോണന്റ് കീവേഡ് റിസർച്ച് ആകുന്നത്? ലെറ്റ്സ് ജംപ് ഇൻ ടു അവർ 1 പേജ് പ്രസന്റേഷൻ. അപ്പൊ നിങ്ങൾ ഒരു നടുക്കൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻ കണ്ടു, മുകളിൽ കീവേഡ്, താഴെ റിസർച്ച്. അപ്പം ആദ്യം നമ്മൾ കീവേഡ് എന്താണെന്ന് കാണും, പിന്നെ നമ്മൾ കീവേഡ് റിസർച്ച് എന്താണെന്ന് കാണും. കീവേഡിൽ തന്നെ ഫസ്റ്റ് സെർച്ചിനെ പറ്റി നിങ്ങൾ പഠിക്കണം. എന്താണ് സെർച്ച്, അല്ലെങ്കിൽ എന്താണ് ഒരു സെർച്ച് എഞ്ചിൻ? ഒരാള് ഒരു വാക്കിന്റെ അർത്ഥം അറിയത്തില്ല, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് അറിയണം. അങ്ങനെ പോകുമ്പോൾ അയാൾ ആദ്യം ഒരു സെർച്ച് എഞ്ചിനിൽ പോയിട്ട് സെർച്ച് ചെയ്യും. അയാൾ സെർച്ച് ചെയ്യുന്ന കാര്യത്തിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കാണിക്കുക എന്നുള്ളതാണ് ഈ സെർച്ച് എഞ്ചിന്റെ ഫംഗ്ഷൻ. ഇപ്പൊ നമ്മൾ സെർച്ച് ചെയ്യുന്ന സാധനത്തിന് വേറെ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സെർച്ച് എഞ്ചിന്റെ ഫംഗ്ഷൻ അത് ഫുൾഫിൽ ചെയ്യുന്നില്ല, ആരും ആ സെർച്ച് എഞ്ചിൻ ഉപയോഗിക്കത്തില്ല. അപ്പൊ നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യത്തിന് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കാണിക്കുന്നതുകൊണ്ടാണ് എല്ലാവരും സെർച്ച് എഞ്ചിൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗൂഗിളിന്റെ സെർച്ച് ഉണ്ട്. ഇപ്പൊ നമ്മൾ യൂട്യൂബിൽ പോയിട്ട് നമുക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യും. നമ്മൾ ബിങ് എന്ന് പറയുന്നത് വേറെ ഒരു സെർച്ച് എഞ്ചിനാണ്, അധികം പേര് യൂസ് ചെയ്യുന്നില്ലായിരിക്കും. ബിങ്ങിന്റെ സെർച്ച് ഉണ്ട്. അതേപോലെ ഈ ഇന്നത്തെ ദിവസങ്ങളിൽ നമ്മൾ ജനറേറ്റീവ് എഞ്ചിൻസിലായിട്ടുള്ള ചാറ്റ് ജിപിടിയിലും ജെമിനായിലും വരെ നമ്മൾ സെർച്ചുകൾ ചെയ്യും. അപ്പൊ നമ്മൾ സെർച്ചുകൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന 2-3 എഞ്ചിൻസ് ആണ് ഗൂഗിളും യൂട്യൂബും ചാറ്റ് ജിപിടിയും ജെമിനായും ഒക്കെ. അപ്പം ഇതിനകത്തൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത സെർച്ചിന് ബെസ്റ്റ് റിസൾട്ട് കാണിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഫംഗ്ഷൻ. നമ്മൾ ഈ സെർച്ച് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? നമ്മൾ കീവേഡ്സ് വെച്ച്. ഇപ്പൊ യൂട്യൂബിലാണെങ്കിലും ചാറ്റ് ജിപിടി ആണെങ്കിലും നമ്മൾ കീവേഡ്സ് ഉപയോഗിച്ചിട്ടാണ് സെർച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സെർച്ച് റാങ്കിങ്ങിൽ നമ്മുടെ ബിസിനസ്സോ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ക്ലയന്റിനെയോ കാണിക്കാൻ നമ്മൾ കീവേഡ്സ് ഉപയോഗിക്കുന്നത്. ഈ കീവേഡ്സ് വെച്ച് സെർച്ച് ചെയ്യുന്നത് കൊണ്ടാണ് ഈ കീവേഡ് റിസർച്ചിന്റെ ഇമ്പോർട്ടൻസ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ വരുന്നത്. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് കീവേഡ്സിന്റെ കോൺസെപ്റ്റ് ആണ്. കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ ആദ്യം ഞാൻ ഇന്റന്റിനെ പറ്റി സംസാരിക്കാം. നിങ്ങൾ ഇന്റന്റിൽ ഞാൻ അവിടെ കണ്ടു ഇൻഫർമേഷണൽ ആയിട്ടുള്ള കീവേഡ്സ് ഉണ്ട്, നാവിഗേഷണൽ ആയിട്ടുള്ള കീവേഡ്സ് ഉണ്ട്, ട്രാൻസാക്ഷണൽ ആയിട്ടുള്ള കീവേഡ്സ് ഉണ്ട്, ഇൻവെസ്റ്റിഗേറ്റീവ് ആയിട്ടുള്ള കീവേഡ്സ് ഉണ്ട്. ഇത് ഒരു യൂസർ, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സെർച്ച് എഞ്ചിനിൽ പോകുമ്പോൾ ഈ യൂസറിന് ഒരു സെർച്ച് ഒരു ഇന്റന്റ് ഉണ്ടാവും, ഒരു ഇന്റൻഷൻ. ഇയാൾ എന്തിനാണ് സെർച്ച് ചെയ്യുന്നത്? ഇപ്പൊ എനിക്കൊരു വാക്കിന്റെ അർത്ഥം അറിയണം, ഇൻഫർമേഷൻ ആണ്. ഇപ്പം ഒരു എക്സാമ്പിള് ഫുൾഫില്ലിംഗ് എന്ന വാക്കിന്റെ അർത്ഥം അറിയണം. ഞാൻ സെർച്ചിങ് ഫുൾഫില്ലിംഗ്. അപ്പം അതിന്റെ അർത്ഥം ഗൂഗിൾ എനിക്ക് കാണിച്ചു തരുന്നു. ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ് ഞാൻ സെർച്ച് ചെയ്യുന്നത്. ഈ യൂസറിന്റെ ഇന്റന്റ് എന്താണ്? ഒരു ഇൻഫർമേഷൻ കിട്ടുക. രണ്ടാമത് നാവിഗേഷനിൽ എനിക്ക് ചെറുട്ടി റോഡിൽ പോകണം. ചെറുട്ടി റോഡിൽ അല്ലെങ്കിൽ ഒരു ബബിൾ ടീ കിട്ടുന്ന ബബിൾ ടീ സ്റ്റോറിൽ പോകണം. അപ്പൊ എനിക്ക് അതിനകത്തേക്കുള്ള വഴി അറിയത്തില്ല, എനിക്ക് ഗൂഗിൾ മാപ്സ് വേണം, അതിനുവേണ്ടി ഞാൻ സെർച്ച് ചെയ്യുന്നു. അതാണ് നാവിഗേഷണൽ കീവേഡ്. പിന്നെ വരുന്നതാണ് ട്രാൻസാക്ഷണൽ കീവേഡ്സ്. ഇപ്പൊ നിങ്ങൾക്ക് ഓണത്തിന് ഒരു കുർത്ത വാങ്ങണം, അപ്പൊ ഒരു ഗ്രീൻ കുർത്ത വാങ്ങണം. അപ്പൊ നിങ്ങൾ പറയുന്നത് ബൈ ഗ്രീൻ കുർത്ത. അപ്പം അതിന്റെ ഇന്റന്റ് എന്ന് പറയുന്നത് എനിക്കൊരു സാധനം പർച്ചേസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു സർവീസ് പർച്ചേസ് ചെയ്യണം. അതിനൊരു ട്രാൻസാക്ഷണൽ ആയിട്ടുള്ള ഒരു ഇന്റന്റ് ഉണ്ട്. അങ്ങനെയുള്ള കീവേഡ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസാക്ഷണൽ കീവേഡ്സ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത് കീവേഡ്സിനെ പറ്റി സംസാരിക്കുമ്പോൾ എനിക്ക് ഫിൽറ്റേഴ്സിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഫിൽറ്റേഴ്സിൽ എന്തൊക്കെയാണ് വരുന്നത്? വോളിയം, ചാനൽ, ലൊക്കേഷൻ. ആദ്യം ചാനലിനെ പറ്റി സംസാരിക്കാം. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു കുറെ സെർച്ച് എഞ്ചിൻസ് ഉണ്ട്, ഗൂഗിൾ ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, ചാറ്റ് ജിപിടി ഉണ്ട്. ഇതിനൊക്കെയാണ് നമ്മൾ ചാനൽസ് എന്ന് പറയുന്നത്. ആൾക്കാർ ഓരോ ചാനലുകളിലും വേറെ വേറെ കീവേഡുകളാണ് സെർച്ച് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ വീഡിയോനെ ബേസ് ചെയ്തിട്ടുള്ള സെർച്ചാണ് ആളുകൾ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് വേണ്ടി യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നത് എന്താണ്? കീവേഡ് റിസർച്ചിനെ പറ്റി സെർച്ച് ചെയ്തപ്പോഴായിരിക്കും ഈ വീഡിയോ നിങ്ങൾ കണ്ടത്. അപ്പം ഓരോ ചാനലിലും ഓരോ ടൈപ്പ് ഓഫ് കീവേഡ്സ് ആണ് ആളുകൾ സെർച്ച് ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് വോളിയം. എത്രത്തോളം സെർച്ചുകളാണ് ആളുകൾ ചെയ്യുന്നത്, എത്രത്തോളം പേര് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വീഡിയോസ് അല്ലെങ്കിൽ കീവേഡ് റിസർച്ച് ട്യൂട്ടോറിയൽ, ഇത് എത്രത്തോളം വോളിയത്തിൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ വോളിയം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. പിന്നെ വരുന്നത് ലൊക്കേഷൻ. നമ്മൾ കേരളത്തിൽ എത്ര പേര് സെർച്ച് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ എത്ര പേര് സെർച്ച് ചെയ്യുന്നുണ്ട്, ഗ്ലോബലി എത്ര പേര് സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ലൊക്കേഷനും ചാനലും വോളിയവും കീവേഡ് റിസർച്ചിന്റെ ഒരു മേജർ കോമ്പോണന്റ് ആണ്. അപ്പൊ നമ്മൾ കീവേഡ്സിനെ പറ്റി കണ്ടു. ഇനി നമ്മൾ കീവേഡ് റിസർച്ച് ആസ് എ ഹോൾ കാണുമ്പോഴാണ് ഈ വോളിയവും ചാനലും ലൊക്കേഷനും, നമ്മൾ എത്രത്തോളം സെർച്ച് വരുന്നുണ്ട്, ഏതൊക്കെ ലൊക്കേഷനിലാണ് സെർച്ച് വരുന്നത്, ഏത് ചാനലിലാണ് സെർച്ച് വരുന്നത്, ഇതൊക്കെയാണ് കീവേഡ് റിസർച്ചിലേക്ക് വരുന്നത്. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് കുറെ ടൂൾസ് ഉപയോഗിക്കാം. ഈ കീവേഡ് റിസർച്ചിന്റെ ടൂൾസ് ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, Ahref, ഊബർ സജസ്റ്റ്, സെംരഷ. ഇതൊക്കെ ഓരോ ടൂൾസ് ആണ്. നമ്മൾ എത്ര വോളിയം നടക്കുന്നുണ്ട്, ഏതൊക്കെ ചാനലിലാണ്, ഏത് ലൊക്കേഷനിലാണ് ഈ സെർച്ചുകൾ നടക്കുന്നത്, ഈ ഫിൽറ്റേഴ്സ് ഒക്കെ കൂടുതൽ ഡീറ്റെയിൽ ഇൻ ഡെപ്ത് അറിയാൻ വേണ്ടിയിട്ടുള്ള ടൂൾസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ
എന്തിനാണ് ഈ കീവേഡ് റിസർച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് സെർച്ച് എഞ്ചിൻസിൽ റാങ്ക് ചെയ്യാനും ജനറേറ്റീവ് എഞ്ചിൻസിൽ റാങ്ക് ചെയ്യാനും നമുക്ക് ഈ കീവേഡ്സ് വെച്ച് നമുക്ക് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം. ഈ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള കുറച്ച് എന്തിനാണ് നമ്മൾ ഈ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്? നമുക്ക് ക്വാളിറ്റി ട്രാഫിക്, നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു പർപ്പസിൽ നമുക്ക് ക്വാളിറ്റി ട്രാഫിക് ഉണ്ട്. നല്ല ക്വാളിറ്റി ട്രാഫിക് ജനറേറ്റ് ചെയ്യണമെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള കീവേഡ്സ് വെച്ചിട്ട് നമ്മൾ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പം ദാറ്റ് ഈസ് വൺ ഓഫ് ദി മേജർ പർപ്പസ് ഓഫ് കീവേഡ് റിസർച്ച് ആൻഡ് ഐഡന്റിഫൈങ് കീവേഡ്സ്. ഇൻ ഷോർട്ട്, ഡിജിറ്റൽ മാർക്കറ്റിംഗിനെ പറ്റി നിങ്ങൾ പഠിക്കുവാണെങ്കിൽ കീവേഡ് റിസർച്ചിനെ പറ്റി നിങ്ങൾ ഇൻ ഡെപ്ത് അറിഞ്ഞിരിക്കണം. കാരണം വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ് കീവേഡ്സ് ദർ ഈസ് നോ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. താങ്ക് യു.